കുമരമ്പത്തൂർ കാരാപ്പാടം കുരുത്തിച്ചാൽ പ്രദേശത്ത് പട്ടാപ്പകൽ റബ്ബർ ഷീറ്റ് മോഷണം. 50 കിലോ റബ്ബർ മോഷണം പോയി. പ്രദേശത്ത് മോഷണം പതിവെന്ന് നാട്ടുകാർ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മറ്റത്ത് സണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ പുകപ്പുരയുടെ വാതിൽ പൊളിച്ച് മോഷ്ടാക്കൾ അകത്തു കടന്നത്. പുകപ്പുരയിൽ ഉണക്കാനിട്ടിരുന്നതായിരുന്നു ഷീറ്റ്. ടാപ്പിംഗ് കഴിഞ്ഞ് തൊഴിലാളി പോയതിനു ശേഷം ഷീറ്റ് അടിക്കാൻ മറ്റൊരാൾ സണ്ണിയുടെ റബ്ബർ തോട്ടത്തിലേക്ക് വന്നപ്പോഴാണ് വാതിൽ തകർത്ത നിലയിൽ കണ്ടത്. വിവരമറിഞ്ഞ സണ്ണി സ്ഥലത്തെത്തിയപ്പോഴാണ് റബ്ബർ ഷീറ്റ് മോഷണം പോയതറിഞ്ഞത്. പുകപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന കാടുവെട്ട് മെഷീൻ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള മറ്റു ഉപകരണങ്ങളൊന്നും നഷ്ടമായിട്ടില്ല. പ്രദേശത്ത് കാർഷികോൽപ്പന്നങ്ങൾ മോഷണം പോകുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏകദേശം ഒരു 60 ഷീറ്റ് പോയിട്ടുണ്ടാവും. ഇതാണ് സംഭവം. ഉച്ചയ്ക്ക് ടാപ്പിങ്ങുകാരൻ പോകുന്നത് നോക്കി ഇവിടെ അടുത്ത് വിളിച്ച് നിന്നിട്ട് ഇവൻ പോയപ്പം പെട്ടെന്ന് കയറി ചെറിയൊരു ഇടി, ഫൈബർ വാതിലാണല്ലോ, അതിലൊരു ചെറിയ ഇടി കൊടുത്താൽ പൊളിച്ചിട്ട് ഉള്ളിൽ കയറി എടുത്തിട്ട് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം വേറൊരാൾ ഷീറ്റ് അടിക്കാൻ ഇവിടെ വന്നപ്പം ഷീറ്റ് പോയത് പുള്ളിയും കണ്ടിട്ടില്ല. വാതിൽ തുറന്നിട്ടിരിക്കുന്നതായിട്ട് പറഞ്ഞു. വാതിൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ വാതിൽ പൊട്ടിയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് ഈ കാടുവെട്ട് മെഷീന്, ആസിഡ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊന്നും പോയിട്ടില്ല, ഒരു അനക്കവും ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ ഷീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിയില്ല. പിറ്റേ ദിവസം രാവിലെ പുതിയ ഷീറ്റ് ഉണക്കാൻ ഇടാൻ കയറി ഇതിൻ്റെ ചാക്കൊക്കെ മാറ്റി നോക്കുമ്പോഴാണ് മോഷണം പോയത് അറിയുന്നത്. അങ്ങനെയാണ് സംഭവം. എത്ര പോയിരുന്നു? ഏകദേശം ഒരു 60 ഷീറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഉണങ്ങിയതും ഉണങ്ങാത്തതും എല്ലാം കൂടെ എടുത്തിരിക്കുന്നത്. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.